ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 53-ാമത് ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ സ്മരിക്കുന്നത്. ശ്ലോകം ചൊല്ലാം. സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർ മൃഡപ്രിയ. ആദ്യത്തെ നാമം സർവയന്ത്രാത്മിക. സർവയന്ത്രങ്ങളുടെയും ആത്മാവായി മൂർത്തി ശക്തി രൂപമായി വർത്തിക്കുന്നവൾ, വിരാജിക്കുന്നവൾ, ആത്മഭാവത്തിൽ അധികാരിണിയായിട്ടിരിക്കുന്നവൾ, ശക്തികളെ രേഖാചിത്ര രൂപത്തിൽ മന്ത്രാക്ഷരങ്ങളോടൊപ്പമോ അല്ലാതെയോ ആലേഖനം ചെയ്യുന്നതാണ് യന്ത്രങ്ങൾ. ശക്തികളെ രേഖാചിത്ര രൂപത്തിൽ വരച്ച് അങ്ങനെ ആലേഖനം ചെയ്യുന്നതാണ് യന്ത്രം. ഈ പ്രപഞ്ചത്തെ ഒന്നാകെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രശാസ്ത്ര പ്രസിദ്ധങ്ങളായ യന്ത്രങ്ങൾ ഉണ്ട്. എല്ലാം ദേവീ രൂപമാണ്. അങ്ങനെ എല്ലാ യന്ത്രങ്ങൾക്കും ആത്മാവായിട്ട് ചൈതന്യ സ്വരൂപമായി വർത്തിക്കുന്നത് അമ്മയാണ്. സർവയന്ത്രാത്മികായൈ നമ. അടുത്ത നാമം സർവതന്ത്രരൂപ. സർവതന്ത്രരൂപ. ദേവി മന്ത്രരൂപിണിയാണ്, യന്ത്രരൂപിണിയാണ്, തന്ത്രരൂപിണി. എന്നാൽ ഓരോരോ തന്ത്രങ്ങളും ദേവിയുടെ അവയവങ്ങളാണ് എന്ന് പറയുന്നു. ആചാര്യവചസ്സാണ്. ഓരോ തന്ത്രങ്ങളും അത് ദേവിയുടെ അവയവങ്ങളാണ്. അപ്പോൾ സർവതന്ത്ര സ്വരൂപിണിയാണ് അമ്മ. കുലാർണവം, ജ്ഞാനാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ തന്ത്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. തന്ത്രങ്ങൾ ദേവിയുടെ അവയവങ്ങളായി കാണുന്നു. അതുകൊണ്ട് തന്ത്രരൂപ. പൂജാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളാണ് തന്ത്രം. ഏതു തന്ത്രം വിധിപ്രകാരമുള്ള ആരാധനയും ദേവീപരം തന്നെ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ സർവശക്തി സ്വരൂപിണിയായി, മന്ത്രസ്വരൂപിണിയായി, തന്ത്രസ്വരൂപിണിയായിട്ടിരിക്കുന്ന മഹാദേവിക്ക് നമസ്കാരം. ഓം സർവതന്ത്ര രൂപായേ നമ. അടുത്ത നാമം മനോന്മനി. മനോന്മനൻ എന്നാൽ ശിവൻ. അപ്പോൾ സ്ത്രൈണ രൂപം അല്ലെങ്കിൽ നാമമാണ് മനോന്മനി. മനോന്മനി ദേവി. ശിവൻ മനോന്മനൻ, ശിവ എന്ന ശക്തി മനോന്മനി. യോഗശാസ്ത്രത്തിൻ്റെ അഭ്യാസത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് ഉന്മനീഭാവം എന്ന് പറയുന്നു. വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തമായി മനസ്സ് ഹൃദയത്തിൽ ഉറയ്ക്കുന്ന അസ്ഥായി ഭാവമാണ്. അതിനെയാണ് ഉന്മനി എന്ന് ആചാര്യന്മാർ പറയുന്നത്. മനസ്സിൻ്റെ ഉന്മനീഭാവത്തിൽ, ഉന്മനീഭാവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവിക്ക് മനോന്മനി എന്ന് നാമം. ധ്യാനിക്കപ്പെടുന്ന ചൈതന്യവും ധ്യാനിക്കുന്ന ആളും ധ്യാനവും ഒന്നായി തീരുമ്പോഴുണ്ടാകുന്ന ജ്ഞാനാമൃത അനുഭൂതിയാണ് ഉന്മനീഭാവം എന്ന് പറയുന്നു. സാധകനും സാധനയും സാധ്യവും ഒന്നായിത്തീരുന്നു. ധ്യാനിക്കപ്പെടുന്ന ചൈതന്യം, ധ്യാനിക്കുന്ന ആള്, ധ്യാനം ഒന്നായിട്ട് തീരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ജ്ഞാന അമൃത അനുഭൂതി, സ്ഥായി ഭാവമാണ്, ആനന്ദ അനുഭൂതിയാണ് ഉന്മനീഭാവം എന്നാണ് പറയുന്നത്. അത്രയും ഉത്കൃഷ്ടമായ, ഉപരിയായി, പരമമായിട്ട് ഉള്ള ഭാവമാണ്. വചസ്സുകൾ കൊണ്ട് പറയാമെന്നല്ലാതെ കഠിനമായ തപസ്സിലൂടെ, തപശ്ചര്യയിലൂടെ, നിഷ്ഠയിലൂടെ മാത്രം അനുഭൂതി തലത്തിലെത്തുന്ന ഒരു ഭാവമാണ് ഇത്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭാവം, ഒരു ആനന്ദഭാവം പകർന്നു തരുന്നു അമ്മ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം മനോന്മന്യൈ നമ.
അടുത്ത നാമം മഹേശ്വരി. മഹേശ്വരനെ സംബന്ധിച്ചവൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹേശ്വര പത്നി. മഹേശ്വര പത്നിയാണ് മഹേശ്വരി ശ്രീ മഹാദേവി. ഓം മഹേശ്വര്യൈ നമ. അടുത്ത നാമം മഹാദേവി. മഹതിയായ ദേവി, മഹാദേവി. അല്ലെങ്കിൽ മഹാദേവന്റെ ശക്തി സ്വരൂപിണി, മഹാശക്തി മഹാദേവി. ദേവീരൂപമായ ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ ദേവി മഹാദേവി. അളക്കാനോ ഊഹിക്കാനോ ആകാത്ത വിധം വലിപ്പമുള്ള മഹത്തായിട്ടുള്ള രൂപത്തോടും ശക്തിയോടും ഭാവത്തോടും കൂടിയവൾ മഹാദേവി. ഊഹിക്കാൻ പോലും, അളക്കാനോ ഊഹിക്കാനോ തൊട്ടറിയാനോ അനുഭവിക്കാനോ സാധിക്കാത്ത അത്രയ്ക്ക് ഉത്കൃഷ്ടമായ ഒരു ഭാവമാണ്, മഹത്തായിട്ടുള്ള രൂപമാണ്, ശക്തിയാണ് അമ്മ. അങ്ങനെ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി ലയകാരിണിയായി സർവേശ്വരിയായി വർത്തിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം മഹാദേവ്യൈ നമ. അടുത്ത നാമം മഹാലക്ഷ്മി. പാലാഴി മഥനത്തിൽ നിന്നും ഉദ്ഭവിച്ച ദേവി വിഷ്ണുവിൻ്റെ ശക്തിയാണ് മഹാലക്ഷ്മി. ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിദേവതയാണ് ശ്രീ മഹാലക്ഷ്മി. 13 വയസ്സായ കന്യകയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയുന്നു. അങ്ങനെ സർവ്വ ഐശ്വര്യപ്രദായിനിയായിട്ട് മഹാവിഷ്ണുവിൻ്റെ ശക്തിയായി വർത്തിക്കുന്ന ശ്രീ മഹാദേവി അമ്മയെ, അവിടത്തേക്ക് നമസ്കാരം. ഓം മഹാലക്ഷ്മിയൈ നമ. അടുത്ത നാമം മൃഡപ്രിയ. മൃഡൻ്റെ പ്രിയ, മൃഡന് പ്രിയയായിട്ടുള്ളവൾ, മൃഡൻ്റെ പത്നി. ആരാണ് മൃഡൻ? സ്ഥിതി രൂപത്തിലിരിക്കുന്ന ശിവന്റെ പത്നി. ആ ശിവനാണ്, സ്ഥിതിരൂപത്തിൽ വർത്തിക്കുന്ന ശിവനാണ് മൃഡൻ. അങ്ങനെയുള്ള മൃഡൻ്റെ പത്നിയാണ് ശ്രീ മഹാദേവി മൃഡപ്രിയ. ഓം മൃഡപ്രിയായൈ നമ. എല്ലാവരെയും ശ്രീ മഹാദേവനും ശ്രീ മഹാദേവിയും ശ്രീ ശിവ എന്നുള്ള ഭാവത്തിൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 52ാമത് ശ്ലോകമാണ് ഇന്ന് സ്മരിക്കുന്നത്. ശ്ലോകം ചൊല്ലാം. സർവശക്തിമയീ സർവമംഗളാ സദ്ഗതിപ്രദാ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി. ആദ്യത്തെ നാമം സർവശക്തിമയീ. എല്ലാ ദൈവീക ശക്തിയും ഉള്ളവൾ ശ്രീ മഹാദേവി അമ്മ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ് ദേവി. വെവ്വേറെയുള്ള ശക്തി സ്വരൂപങ്ങൾ അനവധിയാണ്. എല്ലാറ്റിനും ആകത്തുകയായ ശക്തി ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ദേവിയാണ്. എല്ലാ ദേവശക്തികളും ഏകോപിച്ച് ഉണ്ടായവളാണ് ശ്രീ മഹാദേവി. മഹിഷാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ ദേവലോകം വിട്ടോടേണ്ടി വന്ന ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിക്കുകയാണ്. സങ്കടം അറിയിച്ചുകൊണ്ട്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ത്രിമൂർത്തികളെ സമീപിക്കുന്നു. ദേവന്മാരുടെ ദുഃഖത്തിൽ ദുഃഖിതനായി ക്രോധം പൂണ്ട് മഹാവിഷ്ണു തൻ്റെ മുഖത്തു നിന്ന് മഹത്തായ ഒരു തേജസ് പുറപ്പെടുവിക്കുന്നു. അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മുഖത്തു നിന്ന് അത്യുജ്വലമായിട്ടുള്ളൊരു തേജസ്
ആവിർഭാവം ചെയ്യുന്നു. ബ്രഹ്മാവിൻ്റെയും ശങ്കരൻ്റെയും മുഖങ്ങളിൽ നിന്ന് മഹാതേജസ്സുകൾ ആവിർഭവിച്ചു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരിൽ നിന്നും തേജസ്സുകൾ പുറത്തു വന്നു. ആ തേജസ്സുകളെല്ലാം ഏകോപിച്ച് ഒരു ജ്വലിക്കുന്ന പർവ്വതം പോലെ അതീവ തേജസ്സാർന്ന് കാണപ്പെട്ടു ആ മഹാചൈതന്യ രൂപം. സർവ ദേവശക്തികളും ചേർന്ന് അത് ഒരു നാരീരൂപമായി തെളിഞ്ഞു വന്നു. മഹിഷാസുരമർദിനിയായി അമ്മയായി അവതാരം ചെയ്യുന്നു. ദേവന്മാരിൽ നിന്ന് തന്നെ ആയുധങ്ങളെടുത്ത് വധോദ്യുക്തയായി ശ്രീ മഹാദേവി വിരാജിച്ചു. അങ്ങനെ സർവശക്തിമയിയായിട്ട് സർവശക്തി സ്വരൂപിണിയായിട്ട് വിളങ്ങുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം സർവശക്തിമയേ നമ. അടുത്ത നാമം സദ്ഗതിപ്രദ. സദ്ഗതിയെ ദാനം ചെയ്യുന്നവൾ സദ്ഗതിപ്രദ. ഉത്കൃഷ്ടമായ ജന്മം പ്രദാനം ചെയ്യുന്നു അമ്മ. മംഗളകരമായ ജീവിതത്തെ അരുളുന്നു ശ്രീ കാരുണ്യമൂർത്തിയായിട്ടുള്ള അമ്മ. സംസാരത്തിൽ നിന്നും മുക്തി നൽകുന്നത് അമ്മയാണ്. മോക്ഷപ്രദായിനിയായി വിരാജിക്കുന്നതും അമ്മ തന്നെ. ബ്രഹ്മജ്ഞാനം പകർന്നു തരുന്നു. സദ്ഗതി ബ്രഹ്മജ്ഞാനം പകർന്നു തന്നുകൊണ്ട് അമ്മ വിരാജിക്കുകയാണ്. ഇനി സദ്ഗതി എന്ന് പറയുമ്പോൾ സത്തുക്കളുടെ ഗതിയാണ്. സത്തുക്കളുടെ മാർഗം, ശരിയായ നേരായ മോക്ഷമാർഗത്തിലേക്ക് അമ്മ നയിക്കുകയാണ് ഭക്തരെ. അങ്ങനെ സദ്ഗതിപ്രദ, ഏവർക്കും സദ്ഗതിയെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം സദ്ഗതിപ്രദായേ നമ. അടുത്ത നാമം സർവേശ്വരി. സർവേശ്വരി എന്നാൽ സർവത്തിനും ഈശ്വരിയാണ് സർവേശ്വരി. എല്ലാറ്റിനും അധികാരിണിയാണ്, ഈശ്വരിയാണ്. സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം അമ്മയിൽ നിന്നും ഉദ്ഭവം കൊള്ളുകയാണ്. എല്ലാറ്റിനും അധീശ്വരിയായി വർത്തിക്കുന്നു അമ്മ. ഓം സർവേശ്വര്യേ നമ. സർവ ഐശ്വര്യങ്ങൾക്കും ആധാരമായിട്ടുള്ളത് അമ്മയാണ്. സർവ്വതിനും അധികാരിണി അമ്മയാണ്. അതാണ് സർവേശ്വരി. അടുത്ത നാമം സർവമയി. സർവമയി എന്ന് പറഞ്ഞാൽ സർവസ്വരൂപിണി എന്നാണ് അർത്ഥം. സർവസ്വരൂപിണിയായവൾ, എല്ലാറ്റിലും നിറഞ്ഞ് വിരാജിക്കുന്നവൾ സർവമയി. ദേവിയിൽ നിന്നും ഭിന്നമായി യാതൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. സർവം ദേവീമയം, എല്ലാറ്റിലും നിറഞ്ഞു തുടിക്കുന്ന ചൈതന്യം അമ്മയാണ്. അങ്ങനെ സർവമയി. ഓം സർവമയേ നമ. അടുത്ത നാമം സർവമന്ത്ര സ്വരൂപിണി. എല്ലാ മന്ത്രങ്ങളും ദേവിയുടെ സ്വരൂപങ്ങളാണ്. മഹാന്മാരായ ഋഷിമാർക്ക് ദേവതകൾ മന്ത്രരൂപത്തിൽ സ്വയം വെളിപ്പെട്ടു. അവർ മന്ത്രത്തെ കണ്ടെത്തിയവരാണ്. മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷിമാർ. എല്ലാ മന്ത്രങ്ങളും ദേവതമാരാണ്. ആ മന്ത്രങ്ങളുടെ മൂർത്തി രൂപമാണ് ദേവി. അങ്ങനെ സർവ മന്ത്ര സ്വരൂപിണിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം സർവമന്ത്ര സ്വരൂപിണ്യേ നമ. ഓം ശ്രീ മഹാദേവ്യേ നമ.